ശുക്രൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ബിബിൻ ജോർജ്, കോട്ടയം നസീർ, ആസീസ് നെടുമങ്ങാട് എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത്. ശുക്രൻ ഒതുക്കണമെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് കഷ്ടപ്പാട് വരും അല്ലേ? അല്ല, പെട്ടെന്നൊന്നും ശുക്രൻ അടിക്കൂല. മുതിർന്ന താരം മനസ്സിലായി. ഞാനുണ്ട്. അതിന്റെ പുതിയ താരം എന്ന് പറഞ്ഞപ്പോൾ ഇവനായി. 3 പേരും സ്റ്റേജിൽ നിന്ന് വന്നവരാണ്. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ 3 പേരും ഫേസ് ചെയ്തിട്ടുണ്ട്. അത് 3 രീതിയിലായിരിക്കാം. സോഷ്യൽ മീഡിയയിലെ കമന്റ് നോക്കിയാൽ നമുക്ക് വിഷമിക്കാനും സമയം ഉണ്ടാവുള്ളൂ. കർത്ത താത്തല്ലേ ഭക്തിയാണ് കേൾക്കും. അപ്പോഴെന്നാ കർത്ത പൊക്കിട്ട് പറയുന്ന പേയ്മെന്റ് അല്പം കുറവാണ്. പേയ്മെന്റ് ഒന്നും നോക്കരുത്, നമുക്ക് ഹിന്ദി നാടുമായിട്ടൊരു ബന്ധം കാണാം. അത് സ്റ്റേജിൽ നമ്മൾ മിമിക്രി ചെയ്യുന്നു, സ്കിറ്റ് ചെയ്യുന്നു, അനുകരിക്കുന്നു എന്ന് പറയുന്നത് പോലെയല്ല സിനിമയിൽ നമ്മൾ തമാശ കാണിക്കുന്നു. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഈ പറഞ്ഞ പോലെ റോഷാക്കിലെ പോലെയുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ കംഫർട്ടും ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ്. നമുക്ക് ചെയ്യാനൊരു തൃപ്തി, നമ്മൾ ചെയ്തു എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ശുക്രൻ ഇതൊരു കോമഡി റൊമാൻറ്റിക് റോണറി വരുന്നൊരു സിനിമയാണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ പടങ്ങൾ വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് സൂചന. അപ്പൊ കറക്റ്റായില്ലേ? എങ്ങനെയാണ് ശുക്രൻ ഈ പടങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുക? ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ പറയാ എന്താ ഈ പടം? ഈ സിനിമയുടെ നേരത്തെ വന്ന ജോണറാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റോംകോം ത്രില്ലർ അധികം വരാത്തൊരു ജോണർ അല്ല ആക്ച്വലി. ത്രില്ലർ എലമെന്റ് കൂടെ ഉള്ളൊരു പടം. അതാണ് നിങ്ങൾ മിസ് ചെയ്ത റോംകോം ത്രില്ലറാണ് ഇത്. ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റോംകോം ത്രില്ലറാണ്. അപ്പൊ റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു ക്രൈം ത്രില്ലറിലൂടെ തന്നെയാണ് ഇത്. ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം നിറഞ്ഞൊരു പടമാണ്. ഈ പടത്തില് യുവതാരങ്ങളുണ്ട്, മുതിർന്ന താരങ്ങളുണ്ട്, അതിന്റെ ഒരു മിക്സ് ഉണ്ട് കൃത്യമായിട്ടുള്ള. അതാരൊക്കെയാണെന്നും കൂടി പറയണം. അത് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുന്നത് ഒരു കാര്യമാണ്. മുതിർന്ന താരം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. പുതിയ താരം എന്ന് പറഞ്ഞപ്പോൾ ഇവനായി. ഈ സിനിമയിൽ ശരിക്കും ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ ശരിക്കും ശുക്രൻ ഉദിക്കാൻ പോകുന്ന ആർക്കായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? പ്രൊഡ്യൂസർ, അഭിനയിച്ച താരങ്ങളിലോ? എല്ലാവർക്കും മെയിനായിട്ട് ഇതൊരു ശുക്രൻ, ദേവാനഗരം കൊണ്ട് ഒരു ശുക്രൻ ആയാൽ അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ സേഫ് ആവുക എന്നുള്ളത്. അമ്മാതിരി കഷ്ടപ്പെട്ട് എത്തിച്ചത് പിന്നാമ്പുറത്തൊരു വലിയൊരു കഥ ഉണ്ട്, സ്റ്റോറി കിടപ്പുണ്ട്. അതിനുശേഷം എന്തെങ്കിലും തന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ. അല്ലെങ്കിലും ഈ ശുക്രൻ ഒതുക്കണമെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് കഷ്ടപ്പാട് വരും അല്ലേ? അല്ല, പെട്ടെന്നൊന്നും ശുക്രൻ അടിക്കൂല. അങ്ങനെ ഉള്ള ഒരു കുറച്ച് ഓട്ടങ്ങൾ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് 3 പേർക്കും അങ്ങനല്ലേ? നിങ്ങളുടെ ഒരു കരിയർ നോക്കി കഴിഞ്ഞാലും പിന്നെ ഈ 3 പേരും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ശുക്രൻ എന്ന് ഇപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞ ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ ഉദിച്ചിട്ടുണ്ട് നമുക്ക്. പക്ഷെ ആ ശുക്രൻ ഉദിക്കാൻ വേണ്ടി പെടാപാട് പെട്ടത് അല്ലേ? കാരണം അത് പെട്ടെന്ന് ഒരു ശുക്രൻ ഉദിക്കത്തൊന്നുമില്ല, അതിന്റെ പുറകെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. 3 പേരും സ്റ്റേജിൽ നിന്ന് വന്നവരാണ്. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ 3 പേരും ഫേസ് ചെയ്തിട്ടുണ്ട്. അത് 3 രീതിയിലായിരിക്കാം. അതെ, കറക്റ്റ്. കഷ്ടപ്പാടല്ല ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും, പക്ഷെ 3 രീതിയിലായിരിക്കും 3 പേരും ഫേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ 3 പേർക്കും ഇങ്ങനെ സിനിമയുടെ ഭാഗമായിട്ട് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കും. ഉബേനിയാണ് ഈ സിനിമയുടെ സംവിധായകനെ പറ്റി ഒന്ന് പറയാം. പുള്ളിയുടെ ഒരു രീതി എങ്ങനെയാണ്? ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നവനാ. അതെ, എനിക്ക് തോന്നുന്നു എന്നെ നന്നായിട്ട് പറയുമ്പോൾ നായകനായ ബിബിൻ തന്നെ പറയുന്നത്. കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നസീർക്കയിലേക്ക് നേരത്തെ പറഞ്ഞ മുതിർന്ന അതല്ലേ നസീർക്ക ഇവിടുന്ന് അങ്ങോട്ട് ഒരാളില്ല. ക്യാമറമാൻ എനിക്കറിയാൻ മേല സാറ് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ഉബേനി ചേട്ടൻ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു സിനിമയാണ്. ഉബേനി ചേട്ടൻ മാത്രമല്ല, അതിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റാണ്. അപ്പൊ അതില് രാഹുൽ കല്യാൺ എന്ന് പറയുന്ന ഒരു കഠിനാധ്വാനി എന്ന് പറയാം, ഒരു ഹാർഡ് വർക്ക്, നല്ല സ്ക്രിപ്റ്റ് രാഹുൽ. പിന്നെ അയാളുടെ ഒരു സ്വപ്നവും ലക്ഷ്യവുമാണ്. പുള്ളിയാണ് ഇതൊരു പ്രൊജക്റ്റ് ആക്കിയത്. പുള്ളിയും അനുകുട്ടൻ ചേട്ടനും കൂടിയാണ് ഇതൊരു പ്രൊജക്റ്റ് ആക്കിയതും. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തിച്ചൊക്കെ അവർ രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ ഉബേനി ചേട്ടൻ എന്നുള്ള പോലെ തന്നെ രാഹുൽ കല്യാണും അനുകുട്ടൻ ചേട്ടനൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുക. തീർച്ചയായിട്ടും. ഈ ഉബേനിയുടെ ഇതിനു മുമ്പത്തെ പടം റാഹേൽ മാൻ കോര ഇറങ്ങിയ സമയത്ത് പുള്ളി ഒരു പരാതിയൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ റിവ്യൂസും സാധനമൊക്കെ വരുന്നുണ്ടെന്നാണ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മണിക്കൂറുകളുള്ളിൽ തന്നെ വരുന്ന റിവ്യൂ എന്ന് വിളിക്കുന്നില്ല, അഭിപ്രായ പ്രകടനങ്ങൾ പ്രേക്ഷകരെ ശരിക്കും സ്വാധീനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് എന്താ പറയുക, ഇപ്പോൾ ഒരാൾ പറയുന്ന അഭിപ്രായം നമ്മൾ സ്വീകരിച്ചിട്ട് അത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്.
അതെ അതെ എല്ലാത്തിലും എനിക്ക് എൻ്റെ തീരുമാനമുണ്ട്. അത് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ആ തീരുമാനം മാറ്റിയിട്ട് അവരോടൊപ്പം നിൽക്കാന്നുള്ളതല്ല. അത് ശരിയാണോ അല്ലയോ എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കും നല്ലതാണ്. ഞാനൊക്കെ ആ മോശം റിവ്യൂ പറയുന്ന സിനിമ കാണാൻ പോകുന്നത് അറിയാം. എന്തിനാണ് അത് മോശം പറഞ്ഞത് അറിയാൻ പോയിന്റ് എന്നുള്ളത് എന്താണ്. പക്ഷെ ആ അത്ര പറഞ്ഞ മോശം പിന്നെ കാണാറില്ല അവിടുത്തെ സിനിമ. ഇപ്പൊ തിയേറ്റർ വിട്ട് നല്ല അഭിപ്രായം നേടിക്കഴിഞ്ഞ് അത് OTT-യിൽ എത്തുമ്പോൾ പോലും OTT-ൽ എത്തുമ്പോഴാണ് ആ സ്പേസിലാണ് കീറി മുറിക്കല്, ഡീറ്റെയിലിങ്ങിന്റെ സാധനങ്ങൾ, പിന്നെ ട്രോളുകൾ ഉണ്ടാകുന്ന സാധനങ്ങൾ അതന്നെ സംഭവിക്കുന്നത് അവിടാണ്. കുറച്ച് പക്ഷെ തിരിഞ്ഞും വരാറുണ്ട് കേട്ടോ. തിയേറ്ററിൽ വലുതായിട്ട് നല്ല അഭിപ്രായം നേടുന്ന സാധനം. ഇപ്പൊ ഈ ട്രോളുകൾ ഭൂരിഭാഗം ഉണ്ടാകുന്ന ഈ സമയത്തൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ ട്രോളുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ സിനിമയെ സംബന്ധിച്ച്? നമ്മളിതെല്ലാം ശ്രദ്ധിക്കണ്ടേ, വേണം. അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നല്ലതും. അത് വിഷമിപ്പിക്കുന്നത് ചില നമ്മൾ കേൾക്കണം. പിന്നെ ഈ പണിക്ക് ഇറങ്ങരുത് അല്ലേ. പിന്നെ സോഷ്യൽ മീഡിയയിലെ കമന്റ് നോക്കിയാൽ നമുക്ക് വിഷമിക്കാനും സമയം ഉണ്ടാവുള്ളൂ. അയ്യോ, സന്തോഷിക്കാൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. സ്റ്റേജില് ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയും കൂടി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള്. ലൈവായിട്ട് നിപ്പില് ഞങ്ങൾക്ക് ചിരിക്കാൻ വരുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം ഹേ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. കർട്ടൻ താത്തിടല്ലേ ഭക്തിയാനം കേൾക്കും. അപ്പോഴെന്നാ കർട്ടൻ പൊക്കിട്ട് തോന്നലടേ പറയുന്ന നേർക്ക് നേരെ എന്ന് യുദ്ധം ചെയ്ത് വന്നല്ലേ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പില്. ബാക്കി ഇത് ഒളിയുദ്ധമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം അല്ല, ഈ ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ കാര്യം, ഈ പുള്ളി 90s-ലൊക്കെ ഒരുപാട് സ്റ്റേജ് ഷോസുകളും സാധനങ്ങളൊക്കെ അമേരിക്കയിൽ കോർഡിനേറ്റ് ചെയ്ത ആളാന്ന് കേട്ടിട്ടുണ്ട്. അതായിട്ടുള്ള ബന്ധം അതുകൊണ്ടുണ്ട്. എനിക്ക് ജീവൻ ചേട്ടൻ എത്രയോ കാലങ്ങളായിട്ട് അറിയാം. USA വെച്ചിട്ട് അറിയാം, അല്ലാണ്ട് നാട്ടിൽ വെച്ചിട്ട് അറിയാം. എനിക്ക് പുതിയൊരാളല്ല അദ്ദേഹം. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് പറയാവുന്ന അറിയാം, നേരത്തെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു പൈസ തരണ്ട പുള്ളി, എന്താ വിഷമം പോലെ? എനിക്കോ എല്ലാം പറഞ്ഞു. സന്തോഷം പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള അതാണോ? അവന്റെ മീശ തട്ടി പകുതി വാക്ക് പുറത്തോട്ട് വരുന്നില്ല. ബോഡി അങ്ങനെയല്ല, ഇങ്ങനെ എന്റെ ബോഡി ഈ തമാശ ഇപ്പം നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്നത് അതിന് ചിലപ്പം ഒരു തരി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയമായ ശരികൾ വലിയ രീതിയിൽ മാറുക ഇതൊക്കെ ചെയ്യാം. നിങ്ങൾ അഭിനയിക്കുമ്പോഴാകട്ടെ, ഇപ്പൊ തിരക്കഥ എഴുതുമ്പോഴാകട്ടെ, ഇത് ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ഡെലിവറി ചെയ്യുന്ന ഡയലോഗ് അതിന് ഇങ്ങനെ ഒരു പ്രശ്നം വരാം ഈ തമാശയുടെ കാര്യത്തിൽ? അല്ല, അത് തമാശയുടെ കാര്യത്തിൽ മാത്രമല്ല. മുമ്പ് പ്രേക്ഷകർക്ക് ആസ്വാദനമായിരുന്നു കൂടുതൽ. ഇന്ന് എല്ലാ പ്രേക്ഷകരും ജഡ്ജ്മെന്റുമായിട്ട് അവതരിക്കുന്നത്. അതെ, കറക്റ്റാ. മനസ്സിലായ? അവര് തന്നെ ഇതിനെ എങ്ങനെ കീറി മുറിക്കാം, അതിലെ എന്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എനിക്കറിയില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രോഗ്രാം വന്ന് കണ്ടു സ്റ്റേ ഉണ്ട്, അത് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ്. ആ മാറ്റം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത് നമ്മളോട് മനസ്സിലാക്കണം. അത് കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അതിനനുസരിച്ച് തന്നെ നമ്മളും കാര്യം എല്ലാവർക്കും പ്രതികരിക്കാൻ ഒരു മീഡിയ കിട്ടിക്കഴിഞ്ഞു. പണ്ടും ചിലപ്പോൾ ഇതുണ്ടാവാം. കുളിക്കടവിലിരുന്ന് മറ്റേ പല സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് അവര് ഇങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. കുളിക്കടവ് എനിക്ക് പരിചയമുള്ള സ്ഥലം തന്നെയാണ്. കാര്യം ഞാൻ കുളിക്കാൻ ഒരാൾക്കാരാ. കുളിക്കാത്ത ആൾക്കാർ അങ്ങനെ പലതും പറയും. ബാത്റൂമിൽ കുളിക്കാമല്ലോ, കുളിക്കടവിൽ തന്നെ പോയി കുളിക്കണം എന്തിനാന്നൊക്കെ എപ്പോഴും നമ്മൾ ബാത്റൂമിൽ തന്നെ കുളിച്ചാൽ പറ്റില്ല. വല്ലപ്പോഴും കുളിക്കടവിൽ പോയി കുളിക്കണം, വേണ്ടേ? വേണ്ടത് അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ത്രെഡ്മില്ലിൽ നമ്മൾ റൂമിലെത്തിട്ട് നടക്കാൻ പറ്റും. പക്ഷെ റോഡിൽ നടക്കുമ്പോൾ കിട്ടുന്ന സുഖമില്ലേ? അതുണ്ട്. മാത്രം പോയി ഒളിച്ചിരുന്ന് കുളിക്കരുത്. ഇതാണ് ഇക്കയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ട്രെഡ്മില്ലിൽ നടക്കുന്ന നടപ്പും പുറത്ത് നടക്കുന്ന നടപ്പും ഓക്കെ. അത് ഒരു പിടുത്തം ലോജിക്കേ ഇല്ല. 20 മിനിറ്റ് സംസാരിച്ചു. ഇവനാണെങ്കിൽ നിന്ന് തലയാട്ടയും ചെയ്ത്, എന്നിട്ട് അവനോടല്ലേന്ന്. അത് നല്ലൊരു ഉപമയല്ലായിരുന്നു. നീ എഴുത്തുകാരനാണല്ലേ? അല്ല, ആണ്. നീ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ പ്രേമിയായിട്ടുള്ള ഒരു എഴുത്തുകാരൻ നിങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലാക്കി? അത് നിന്റെ ചോദ്യങ്ങളിലുണ്ട്, നിന്റെ എല്ലാ രീതികളിലും. തമാശയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇത്രയും നേരം ഭയങ്കര കോമഡി ആയിരുന്നല്ലോ. ഇവൻ പറഞ്ഞില്ല എഴുത്തുകാരനാണ്, അത് തന്നെ വലിയ തമാശയല്ലേ? ഇത് ഈ പറയുന്ന പോലെ അത്ര എളുപ്പമായിരിക്കുമല്ലോ മലയാളി ഇപ്പൊ ചിരിപ്പിക്കാന്ന് പറയുന്നത്. അവരുടെ തമാശയുടെ രീതി, ആസ്വാദന രീതി ഒക്കെ മാറിയിട്ടുണ്ടാവല്ലോ. ക്രിഞ്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് തള്ളിക്കളയുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഈ തമാശയാണോ പറയുന്നുള്ള രീതിയിൽ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഒരു കോമഡി സിനിമയായിട്ട് എത്തുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ്? ഈ സിനിമ കോമഡി സിനിമയല്ല. ഇത് വളരെ ഞങ്ങൾ 3 കോമഡിയിൽ കാണല്ലേ. അതെ, കോമഡി സിനിമയേ അല്ല ഇത്.
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകളിലൊന്നും ഞാൻ കോമഡി എന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, എന്റെ ട്രാക്കിൽ കുറച്ച് ഒരു ഇത്തിരി ഉണ്ട് എന്നുള്ളൂ, അല്ലാണ്ട് ഒരു ഫൺ മൂവി അല്ലേ ഇത്. ഞാന് പക്ഷെ ഒരിത്തിരി തമാശ, ഒരിത്തിരി പാട്ട്, ഇത്തിരി ആക്ഷൻ, ഇത്തിരി ഇമോഷൻ, ഇത്തിരി ഫ്രണ്ട്ഷിപ്പ്, ഇത്തിരി ലവ്, അങ്ങനെ കംപ്ലീറ്റ് എന്റർടൈനർ ആണ്. അതാണ് പറഞ്ഞത്. ആസ്വാദനത്തിന്റെ മാറിയെന്ന് പറഞ്ഞാൽ കാഴ്ചയുടെ വലിപ്പം കൂടി. പണ്ട് നമുക്ക് ഇതൊന്നും ഇത്രയും പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് സ്റ്റേജിൽ പോകുക അല്ലെങ്കിൽ റേഡിയോ, മാക്സിമം TV വരെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ അതല്ലല്ലോ. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രാം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ലോകത്താണ് ഇരിക്കുന്നത്, മൊബൈലുമായിട്ട് അല്ലേ. അപ്പൊ അതിന്റെ വ്യത്യാസമുണ്ട്. പണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ TV ഷോയിലൊക്കെ കാണും, ജോലി കഴിഞ്ഞു 7 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ ചാടി കയറും. അത് കാണാൻ വേണ്ടി കാണാൻ വീട്ടിൽ പോകണം. ഇപ്പൊ പോകണ്ടല്ലോ, ജംഗ്ഷനിൽ ഇരുന്ന് തന്നെ. അതായത് മറ്റൊരാള് ഡിസൈൻ ചെയ്ത് അവര് പറയുന്ന സമയത്ത് അവര് പറയുന്ന പ്രോഗ്രാം കാണുന്ന ശീലം നമ്മുടെ മാറി തുടങ്ങിയിരിക്കും. ഇപ്പൊ നമ്മൾ ഇഷ്ടത്തിന് കാണാം. അതായിരുന്നു TV. പ്രേക്ഷകൻ കുറച്ചുകൂടെ നമ്മൾ ചെയ്യുന്ന പരിപാടി അടുത്തായി, ഈ കലയോട് എന്തിനോടും അടുത്തായി അല്ലേ. റീൽസ് ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നില്ലേ, അതിലൊക്കെ തമാശകളല്ലേ കണ്ടോണ്ടിരിക്കണം. എല്ലാവർക്കും ചാനലല്ലേ. പിന്നെ ആ ശ്രദ്ധയുടെ സ്ഥാനത്തിലും ഭയങ്കര ഇത് മാറിയിട്ടുണ്ടല്ലോ. പിന്നെ ഈ 30 സെക്കൻഡിന് മേളിലോട്ട് ആളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത്, ആ ഇല്ലി ഹുക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഇരിക്കാത്ത ആൾക്കാരുണ്ട്. പഴയത് മാറ്റല്ലേ. അപ്പൊ സ്ക്രിപ്റ്റ് പറയാലോ, ഓരോ 30 സെക്കൻഡിന് അകത്തേ ഓരോ 30 സെക്കൻഡിലും ഞങ്ങളുണ്ടാവും. നമ്മളിപ്പോ 30 സെക്കൻഡ് ഇട്ടുകൊടുത്തല്ലേ ഇട്ടുകൊടുത്തില്ലടാ, ഞാൻ കറക്റ്റാണ് പറഞ്ഞത്. എന്റെ ഒബ്സർവേഷൻ റൈറ്ററാണ്, അവൻ അറിയാൻ പറ്റും. അതിപ്പോഴുള്ള സിനിമയുടെ നിലപാടുകളും അതിന്റെ ചോദ്യങ്ങളിലും ഉണ്ടായിരുന്നു. ശ്രീത്ത് ഇപ്പൊ കരുതി വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതിന്റെ റിയാലിറ്റി വേറെയാണ്, ഇത് വേറെയാണ്. ആ ചോദ്യങ്ങളുടെ പാരഡോക്സ് കണ്ടിട്ടാണ് ഞാൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചത്. ഇപ്പൊ ഈ സിനിമയില് മെയിൻ റോൾ എനിക്ക് തോന്നുന്നു ബിബിൻ ആൻഡ് ചന്തുനാഥ്, ഞാന് ഷൈൻ ടോം ചാക്കോ. ഇവര് നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷനും സാധനങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ 3 പേരും തമ്മില്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരൊക്കെ അഭിനയിക്കുന്നത്. ചന്തുനാഥിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ഒരുപാട് ത്രില്ലർ സിനിമകൾ മാത്രം കൂടുതൽ ചെയ്ത ആളാണ്. പക്ഷെ ഈ പടത്തിൽ ഭയങ്കര ജോവിയലായിട്ടുള്ള, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, ഭയങ്കര ലവബിൾ ക്യാരക്ടറാണ്. അതേപോലെ തന്നെയാണ് ഷൈൻ ചേട്ടനെ ഞാൻ എനിക്ക് ഒരു തവണ ബമ്പർശ്ശേരിയിൽ വെച്ച് കണ്ടതാണ്. പക്ഷെ അന്നേ നമുക്ക് അറിയാമായിരുന്നില്ല, കാരണം പുള്ളി നസീർക്ക് ഓർമ്മയുണ്ടാന്ന് അറിയില്ല. ബാക്കി എല്ലാവരോടും എല്ലാ കളിയും കളിച്ചിട്ട് എന്നോടും ഇക്കരോടും വളരെ കാര്യമായിട്ട് വേറൊരു മൂഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പുള്ളി ഇതൊക്കെ ആരൊക്കെയാണ് എന്താണെന്ന് പുള്ളിക്ക് നല്ല വ്യക്തത ഉണ്ട് എന്നുള്ള. അത് എനിക്ക് ഭയങ്കര പരിപാടിയായിരുന്നു. അത് പുള്ളിക്ക് മനസ്സിലായി. പിന്നെ ഇവർ രണ്ടുപേരുടെയും കാര്യം, ഇവർ രണ്ടുപേരെയും ഇപ്പൊ പല ഇന്റർവ്യൂവിലും നസീർക്കയുടെ ക്യാരക്ടറും മറ്റൊക്കെ പറഞ്ഞെങ്കിലും അസീസ്കയുടെ ക്യാരക്ടർ ഇപ്പൊ അസീസ്ക്ക് വന്നേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എനിക്കാണ് അസീസ്കയുടെ. അപ്പൊ അസീസ്കയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക സരസമായിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഒരു സിനിമയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ക്യാരക്ടറിന്റെ വേറൊരു റീഫോർമേഷനും ഒരു നമ്മളെ ഒരു ഞെട്ടിക്കുന്ന ഒരു ഐറ്റം ഈ സിനിമയിലുണ്ട്. അതാണ് എനിക്ക് ഈ അടുത്ത കാലത്ത് അസീസ്കയുടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആട്ടോ. ഞാൻ അസീസ്കയുടെ പണ്ട് തുടങ്ങി ഉള്ള കൂട്ടുകാരനാണ് എൻ്റെ. ഞാൻ സ്വന്തം ഇക്കാതെ വിളിക്കുന്ന ആളാണ്. പുള്ളിക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് വിശ്വാസം. ആണ് അപ്പൊ ഞാൻ ഇക്കാന്ന് വിളിക്കുന്നുണ്ടല്ലോ. നിനക്ക് എന്നെ ഇക്കാന്ന് വിളിച്ചൂടെ? ഞാൻ വിളിച്ചോട്ടെ അസീസ്ക്കാന്ന്. നിങ്ങൾ രണ്ടുപേരോട് എന്നെ വിളിക്കുന്നില്ലേ? എന്നിട്ട് ഞാൻ സഹിക്കുന്നില്ലേ? അപ്പൊ അസീസ്കയുടെ ഒരു വേറൊരു പരിപാടി ഇതിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ നസീർക്കാര ലോറിയുടെ ക്ലീനറാണ്. ഇവർ രണ്ടുപേരും നമ്മൾ രണ്ടുപേരും എന്റെ ലോറി ഉള്ളതുകൊണ്ടാണ് ഈ പടം തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവരത് അഭിനയിക്കാൻ പറ്റിയത്. അല്ല, വണ്ടി ഓടിക്കാൻ അറിയാത്ത ഓണറാണ് ഇപ്പൊ പറഞ്ഞാല് പടം കാണുമ്പോ ശരി ഇവന് ഓടിക്കാൻ ഈ കാൻസിന് ഈ ഓൾ വി ഇമാജിനസ് ലൈറ്റ് അതിന് ശേഷമുള്ള പടങ്ങള് ഇതിന് ചൂസ് ചെയ്യുമ്പോഴോ അങ്ങനെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്? അങ്ങനെ അതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും പച്ചരി മേടിച്ചു പോകണം. അങ്ങനെ ഒരുപാട് തലയിൽ വെച്ചിട്ടില്ല. ഞാൻ അവനെ പറഞ്ഞു കാരണം ഇക്ക നോക്കുമ്പോ ഇവിടെ ഈ പുള്ളിക്ക് എല്ലാം നല്ല സിനിമകള് വേറെ ഇന്റർനാഷണലിലേക്ക് കിട്ടുക. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നസീർക്കാരെ വിളിച്ചു. ഇങ്ങനെ ഒരു പടം വന്നു, പോണം പോയി പറ്റൂടാ എന്നൊക്കെ വെറുതെ സംസാരിച്ചു. പിന്നെ നമ്മൾ പേയ്മെന്റ് അല്പം കുറവാണ്. മക്കളെ പേയ്മെന്റ് ഒന്നും നോക്കരുത്, നമുക്ക് ഹിന്ദി നാടുമായിട്ടൊരു ബന്ധം കാണാം പറഞ്ഞു. ഞാൻ ശരി ഓക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ഇക്ക അതിനകത്തൊരു ക്യാരക്ടർ വിളിച്ചു. അപ്പൊ നമുക്ക് പൊളിക്കാം. ഞാനടാ എന്താ
പേയ്മെന്റ് കുറവല്ല, അത് ക്ലിയർ ചെയ്യണം. പേയ്മെന്റ് കുറവല്ല. എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്ന് വെച്ചാല് അതില് മറ്റേ ലേഡി ക്യാരക്ടറുമായിട്ട് നമ്മൾ ലിപ് ലോക്ക് സീനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, എന്തുകൊണ്ട് ആ വിളി അത് പേയ്മെന്റിൽ എടുത്തിട്ട് അതല്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ അവര് തന്നെ പറഞ്ഞു കുറച്ച് ഇതായിട്ടുള്ള സിനിമ കണ്ടതിന് ശേഷം അഭിനയിച്ചാൽ ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ പടം കണ്ടേയില്ല. അതല്ല ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ ഇവിടെ ഷൂട്ടിന്റെ തിരക്കുണ്ടായിരുന്നു. പിന്നെ അവര് 2 ദിവസം മുമ്പേ നേരത്തെ എന്ന് മേക്കപ്പ് ടെസ്റ്റും അങ്ങനെയൊക്കെ കുറെ പരിപാടി ഉണ്ട്. നമുക്ക് പോകാനുള്ള ടൈമില്ല. അല്ല ഞാനും ആ സിനിമയുടെ ഭാഗമായേനെ. ഒക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ജോണർ എന്താണ്? എനിക്ക് തോന്നുന്നു റോഷാക്ക് അല്ലെങ്കിൽ തലവൻ അങ്ങനത്തെ സിനിമകളിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റോള് വരുന്നുണ്ട്, ഭയങ്കര കോമഡി ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ഈ വില്ലൻ വേഷം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഇപ്പൊ ഈ മാട്ടുപ്പെട്ടി മച്ചാൻ അങ്ങനത്തെ പടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വില്ലത്തരുണ്ട്, പക്ഷെ ഫുൾ ഒരു കോമഡി ട്രാക്കിലൊക്കെ ആയിരിക്കും അത് പോവുക. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏതൊരു ജോണറിൽ നിൽക്കുമ്പോഴാണ്? അല്ലെങ്കിൽ അല്ല നമ്മുടെ തമാശ റോൾ എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. എപ്പോഴും തമാശ നമ്മൾ ചെയ്ത് ഏറ്റില്ലെങ്കിൽ അത് സ്റ്റേജിൽ നമ്മൾ മിമിക്രി ചെയ്യുന്നു, സ്കിറ്റ് ചെയ്യുന്നു, അനുകരിക്കുന്നു എന്ന് പറയുന്നത് പോലെയല്ല സിനിമയിൽ നമ്മൾ തമാശ കാണിക്കുന്നു. അതും രണ്ട് വ്യത്യാസമുണ്ടാവും. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഈ പറഞ്ഞ പോലെ റോഷാക്കിലെ പോലെയുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ കംഫർട്ടും ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ്. നമുക്ക് ചെയ്യാനൊരു തൃപ്തി, നമ്മൾ ചെയ്തു എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. നമുക്ക് റോഷാക്ക് കണ്ട സമയത്ത് നസീർക്ക നമ്മൾ വാഴ ചെയ്യുന്ന സമയത്ത് നസീർക്കാരെ ഉള്ളിൻ്റെ കാരണം ഞാനത് ഓർത്തിട്ടില്ല, പക്ഷെ പുള്ളി സീനിയർ ആയതുകൊണ്ട് ഓർക്കായിരിക്കാം. കാരണം എന്നോട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ്, സീസേടാ എനിക്കൊരു പേടിയുണ്ട്, അതായത് നമ്മൾ ഈ അച്ഛന്മാരെല്ലാം നമ്മൾ മിമിക്രിക്കാരാണ്, ഇത് ജനങ്ങൾ അംഗീകരിക്കുമോ, നമ്മളെയൊക്കെ അംഗീകരിക്കുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞൊക്കെ അറിയില്ല, എനിക്കും ആ ഒരു പേടിയുണ്ട്. കാരണം നമ്മളെക്കാളും ഭയങ്കര വയസ്സിന് മൂത്ത ആൾക്കാരല്ല കൗരേക്കാർ. അപ്പം ഞാൻ പറഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ പിന്നീട് പുള്ളി പറഞ്ഞടാ, അതിൽ ഏറ്റവും വലിയ സന്തോഷം പുള്ളി പറഞ്ഞു ഭയങ്കര, ഞാൻ എന്നിട്ട് പറഞ്ഞു നസീർക്ക് പറഞ്ഞടാ ഭയങ്കര അഭിമാനമായി. കാരണം നമ്മൾ ഈ മിമിക്രിക്കാർ ഇങ്ങനെ ഒരു സാധനം ചെയ്തല്ലോ എന്നുള്ളൊരു സാധനം. അത് ദിലീപേട്ടൻ, ഞാൻ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലൊന്നും അങ്ങനെ ഒരു കോൾ എനിക്ക് വന്നിട്ടില്ല. പക്ഷെ വാഴ കഴിഞ്ഞപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചിട്ടൊരു അരമണിക്കൂറോളം സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചൊരു കാര്യം, എടാ നിങ്ങൾ 3 മിമിക്രിക്കാരും കൂടെ നിന്നിട്ട് തകർത്തടാ നിങ്ങൾ, എനിക്ക് അഭിമാനം തോന്നി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ആ സിനിമയുടെ 2ാം ഭാഗം വരാൻ കാരണം കൂടി ആ ഫസ്റ്റിന്റെ വിജയമാണ്. അതെ 2ാം ഭാഗം വരുന്നു എന്ന് മാത്രമല്ല, ഒരു വലിയ പടത്തിന്റെ ഒപ്പം തന്നെ അത് റിലീസ് ആകാൻ പോകുന്നു പറയുന്നത് തന്നെ അതിലുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ കയ്യില് വാഴയില് അതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവരുടെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, ഹ്യൂമർ, നിങ്ങൾ 3 പേരും എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ബിൽഡപ്പ് ഉള്ള ഒരു ഏരിയ. ചേട്ടന് അച്ഛൻ്റെ ഒരു അവന് ആ കല്യാണ വീട്ടിൽ വെച്ച് ചേട്ടന്റെ പെർഫോമൻസ് ഉണ്ട്. നസീർക്കൊക്കെ മറ്റേ പയ്യനായിട്ടുള്ള ഒരു സിംഗിൾ ഷോട്ടുണ്ട്. നോബിച്ചേട്ടനായത് ഇത് സിറ്റുവേഷൻ ഡിമാൻഡിൽ സ്ക്രിപ്റ്റ് ബേസ് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആണ്. പക്ഷെ ഞാൻ ഞെട്ടിയ സാധനം ഇത് ഒന്നുമില്ല. ഞാൻ ഇത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ട് ഞാൻ വാഴയുടെ ഡയറക്ടറെ വിളിച്ച് ഇത് തന്നെ സെയിം പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഞെട്ടിയ സാധനം അതല്ല, അന്വേഷിപ്പിൻ കണ്ടെത്തൂലേ, അത് ഞാൻ ഇക്കനെ വിളിച്ച് പറഞ്ഞു. ഞാൻ നിങ്ങളെ പറഞ്ഞു അത് ഇത്തിരി റിസ്ക് പരിപാടിയായിരുന്നു. കാരണം അധികം സീനില്ല, സ്ക്രിപ്റ്റിന്റെ സപ്പോർട്ടില്ല. എന്നാൽ പടത്തിലെ ഏറ്റവും ക്രൂഷ്യൽ സാധനം ഇവർ 2 പേരും കൂടി നിന്നിട്ടാണ് ആ ഫ്രെയിമിൽ പറയുന്നത്. അതിൽ ഒരു തരി മിമിക്രി വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവർ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്. ആ സാധനം കണ്ടപ്പോഴാണ് എനിക്ക് ഇംപ്രസ്ഡ് ആയത്. ഈ ഇപ്പൊ പറഞ്ഞ സാധനമല്ല, അഭിനയിക്കുമ്പോ മിമിക്രി കയറി വരും എന്നുള്ള സാധനം, ആ പേടി മിമിക്രി കയറുക എന്നല്ല, നമ്മൾ സ്കിറ്റ് കളിക്കുന്ന ഒരു സ്പീഡ് ഉണ്ട്. സ്കിറ്റ് കളിക്കുമ്പോൾ നമ്മൾ റിയാക്ഷൻസിന് വലിയ പ്രാധാന്യമില്ല, ഡയലോഗ് ടു ഡയലോഗ് ഡെലിവറിയാണ്. സിനിമയ്ക്ക് അതല്ലല്ലോ, നമ്മൾ ചുമ്മാ ഡയലോഗ് പറഞ്ഞാൽ പോരാ, അതിന്റെ ഇടയിൽ നമ്മൾ എക്സ്പ്രഷൻ ഇടണം, അതിന് ടൈമിങ് കൊടുക്കണം, അവരുടെ അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പൊ ഈ സ്പീഡ് നമ്മുടെ കിടക്കുന്നതുകൊണ്ട് അത് കൺട്രോൾ ചെയ്തിട്ട് വേണം നമുക്ക് അഭിനയിക്കാൻ. ഞങ്ങൾ 2 പേരും കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന തിരുമാലി എന്ന് പറഞ്ഞ ഇവിടെ. അപ്പൊ ഇങ്ങനെ അപ്പൊ ആ പടത്തിലേ ഞാൻ വളരെ നാച്ചുറലി പോവാട്ടോ. ഞാൻ പിടിച്ചിട്ടുണ്ട് അതില് നല്ല. ഞാനിങ്ങനെ എന്താ ഈ മൂടാണ് എന്റെ ഇങ്ങേരും വന്ന് ഞാനും വന്നിട്ട് ഒരു സീൻ, ഒരു വള്ളത്തിലെ സീൻ 4-5 പേജ് ഉണ്ട്. ഞങ്ങള് 2 പേരും കൂടി ഇങ്ങനെ നോക്കിയിട്ട് ടേക്ക് എന്ന് പറഞ്ഞിട്ടേ ഒറ്റ ടേക്കിന് ഓക്കെ. അതെന്താ നമ്മളില്ല പുള്ളി പറഞ്ഞ ഞാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞു മിമിക്രി ആയോ, നമുക്ക് തന്നെ തോന്നി. ആ പേടി ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോ.
ഇപ്പം നാസർക്കാണെങ്കിൽ ഒരു ചിത്രകാരൻ കൂടിയാണ്. അപ്പൊ കാണുമ്പോൾ എപ്പോഴെങ്കിലും ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. ആ ഒരു ഇതിന്റെ സമാഹാരം ഇറക്കിയിട്ടുണ്ട്, ഹാർട്ട് എന്ന് പറഞ്ഞു. ഇത് രജനീകാന്തിന് കയ്യിൽ ഏൽപ്പിച്ചപ്പോ ഉള്ള ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? രജനീകാന്തിനോടല്ല ചോദിക്കണ്ടേ, എന്ത് തോന്നുന്നു? കോഴിക്കോട് വെച്ചായിരുന്നു ഷൂട്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പോയി നേരിട്ട് സെറ്റ് വന്നപ്പോൾ ഞാൻ പോയി പരിചയപ്പെട്ടു. സാറിൻ്റെ ഒരു കോട്ടയൻസ്, ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇന്ന ക്യാരക്ടർ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ക്ഷയിക്കാനൊക്കെ തന്നു. അത് കഴിഞ്ഞ് പിന്നെ സുരാജ് ഉണ്ട്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ബുക്ക് എൻ്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സാറിനെ അതൊക്കെ കൊടുക്കണം കാണിക്കണം എന്ന് വെച്ചിട്ട്. സുരാജ് ഞങ്ങൾ ഒരുമിച്ച് ബുക്ക് കൊണ്ട് കാണിച്ചു. പെയിൻറ്റിങ്സ് എല്ലാം കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഡ്രോയിങ് പണ്ടതാ സൂപ്പറാ, നല്ല കടവുൾ ആശീർവാദം നല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മളോടൊരു ഒരു 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 ഇഷ്ടം അദ്ദേഹത്തിന് ഉള്ളതോളം നമുക്ക് തോന്നി. നമ്മളൊരു ചിത്രകാരൻ പെയിൻറ്ററിനൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ ഭയങ്കര കംഫർട്ടായിരുന്നു. വിളിച്ചു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ അത്രയും വലിയൊരു സ്റ്റാർ നമ്മൾ ചേർന്ന് നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലിതുണ്ടാവുമല്ലോ. പക്ഷെ അത് അദ്ദേഹം തന്നെ ചേർത്ത് പിടിച്ച് തോളൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുകയും അങ്ങനെ ഒരു വലിയ അനുഭവമായിരുന്നു എനിക്ക്. രജനീകാന്തിന്റെ അടുത്തപ്പോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഭയങ്കര അനുഭവം അല്ലേ? അല്ല, ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ മ്യൂക്കർക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, വരട്ടെ സാധനം. മ്യൂക്കർക്കാര് ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം പറഞ്ഞ് സുരാജിന്റെ ഒക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. ശുക്രൻ തിയേറ്ററിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളൂ? പടം കാണണം, നല്ലതാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ മുൻവിധിയുമായിട്ട് പോകാതിരിക്കുക, അല്ലെ? ഒരു ബ്ലാങ്ക് പേപ്പർ പോലെ മനസ്സുമായിട്ട് പോവുക, പടം കാണുക, എൻജോയ് ചെയ്യുക.